കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തറിയാനാ ശ്രമം? അപർണ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇതിൽ ആ കുട്ടിക്ക് ഇപ്പോഴും ഹിജാബ് ധരിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അപർണ ആരുടെ കൂടെ? നോക്കൂ, സ്കൂൾ യൂണിഫോമിന്റെ ബൈലോയാണ് നിങ്ങൾ അനുസരിക്കേണ്ടതെങ്കിൽ അല്ല എന്തുള്ള ശരി, അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ബൈലോയാണ്. ഒരു മുസ്ലിം മാനേജ്മെന്റ് ബൈലോ ഇറക്കുകയാണ്, ചന്ദനക്കുറി തൊട്ട് വരരുത്, അത് മതത്തിൻ്റെതാണ്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ശബരിമലക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചു വരരുത്, അതൊരു പിന്നെ മതത്തിൻ്റെതാണ് ബൈലോ ഇറക്കിയാൽ അപർണ അതിനെ ഇപ്പൊ പറഞ്ഞ അതേ ന്യായം വെച്ചിട്ട് ന്യായീകരിക്കുമോ ഇല്ലേ? ശരി, എന്റെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബൈലോ, ഒരു സ്ഥാപനത്തിന്റെ ബൈലോ എന്താണ്? ആ സ്ഥാപനത്തിന്റെ ബൈലോ അനുസരിക്കാൻ കഴിയുന്നവരാണ് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകേണ്ടത്. ഇങ്ങോട്ട് വടി, ഇനി പറയാനുള്ളത് ഇവിടെ പറ. ശബരിമലയിൽ പോകാൻ മാലയിട്ട വിദ്യാർത്ഥികളെ കോളേജിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് പരാതി. ചിക്കലമംഗലൂരിലെ കോളേജിൽ ആണ് ഇത്തരത്തിൽ പ്രവേശനം നിഷേധിച്ചു എന്ന പരാതി ഉയർന്നു വന്നിട്ടുള്ളത്. ഈ മാല ഊരിപ്പിച്ച ശേഷം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അങ്ങനെ പടക്ക കട പുതാ ഹവ.